ബ്ലെയ്ക്കിനെ അപ്പോക്കാലിപ്റ്റ് പോയറ്റ് എന്ന് വിളിക്കാറുണ്ട്. അപ്പോക്കാലിപ്റ്റിക് പോയറ്റ് എന്ന് വിളിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അപ്പോക്കാലിപ്റ്റിക് പോയറ്റ് എന്ന് വിളിക്കുന്നതെന്ന് നോക്കാം. വില്യം ബ്ലെയ്ക്കിൻ്റെ പോയട്രിയിൽ നമുക്ക് ഒരുപാട് ബിബ്ലിക്കൽ റെഫറൻസസ് കാണാൻ വേണ്ടി പറ്റും. ഡിസ്ട്രക്ഷൻസ്, റെവലേഷൻസ്, വിഷണറീസ്, പിന്നെ ഏഞ്ചലുമായിട്ടുള്ള ബന്ധങ്ങൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് ആ ഒരു ബിബ്ലിക്കൽ റെഫറൻസ് ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിനെ അപ്പോകാലിപ്റ്റിക് പോയറ്റ് എന്ന് വിളിക്കുന്നത്. അത് മനസ്സിലാക്കണം. അപ്പോൾ നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ രീതിയിൽ വരാൻ വേണ്ടി സാധ്യതയുണ്ട്. അപ്പോൾ വില്യം ബ്ലെയ്ക്കിനെ എന്ത് വിളിക്കുന്നുണ്ട്? അപ്പോകാലിപ്റ്റിക് പോയറ്റ് എന്ന് വിളിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ പോയംസ് ഒക്കെ വളരെ പവർഫുൾ വിഷൻസ് കാണിക്കുന്നത് കൊണ്ടാണ്. അതിൽ എന്തൊക്കെയുണ്ട്? ഡിസ്ട്രക്ഷൻസ് ഉണ്ട്. ഒരുപാട് നാശനഷ്ടങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. റെവലേഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ബിബ്ലിക്കൽ അപ്പോകാലിപ്സുമായിട്ട്, അതായത് ബുക്ക് ഓഫ് റെവലേഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിനെ അപ്പോകാലിപ്റ്റിക് പോയറ്റ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കാം കേട്ടോ. ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ബ്ലെയ്ക്സ് അപ്പോകാലിപ്സ്. ബ്ലെയ്ക്സ് അപ്പോകാലിപ്സ് എന്നുള്ള വർക്ക് എഴുതിയത് ആരാണ്? ബ്ലെയ്ക്സ് അപ്പോകാലിപ്സ് എന്നുള്ള വർക്ക് എഴുതിയത് ഹെറോൾഡ് ബ്ലൂം ആണ് കേട്ടോ. 1963 ഈ വർക്ക് പബ്ലിഷ് ചെയ്യുന്നത്. ഒരു സ്റ്റഡി ഇൻ പോയറ്റിക് ആർഗ്യുമെന്റ് എന്നുള്ള രീതിയിലാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ബ്ലെയ്ക്സ് അപ്പോകാലിപ്സ് എ സ്റ്റഡി ഇൻ പോയറ്റിക് ആർഗ്യുമെന്റ്. ആരാണ് എഴുതിയിരിക്കുന്നത്? ഹെറോൾഡ് ബ്ലൂം. ഓക്കെ അല്ലേ?